എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇനി വരാനിരിക്കുന്ന മെയിൻ എക്സാം KGTE ബേസ്ഡ് ആയിട്ടുള്ള മെയിൻ എക്സാം, അതായത് അത് 10th ലെവൽ ആയാലും 12th ലെവൽ ആയാലും ഡിഗ്രി ലെവൽ ആയാലും കുറച്ച് സിലബസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. സിലബസ് ശ്രദ്ധിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ ഈ മെയിൻ എക്സാമുകളിൽ പ്രധാനമായിട്ട് ഇമ്പോർട്ടൻസ് വരുന്നത് KGTE ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സിനാണ് പ്രാധാന്യം വരുന്നത്. അതിന് 50 മാർക്കാണ് വരുന്നത്. അതിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിന് 40 മാർക്കും പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിങ്ങിന് 10 മാർക്കുമാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇതിൽ വരുന്ന ഇംഗ്ലീഷ് കുറച്ച് ഡിഫറൻ്റ് ആണ്. സാധാരണ നമുക്ക് എക്സാമുകളിൽ കാണുന്ന ഇംഗ്ലീഷിനേക്കാളും കുറച്ചും കൂടി ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ മലയാളത്തിനും ഇംഗ്ലീഷിനും 20 മാർക്ക് വീതമാണ് വരുന്നത്. പിന്നെ 10 മാർക്ക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് വരുന്നത്. ഇതിൽ മാത്സ് എന്നുള്ള സബ്ജക്റ്റ് ഇല്ല. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് ഇതിൻ്റെ മെയിൻ എക്സാമിന് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അപ്പോൾ ഇത് +2 ലെവലിലും ഡിഗ്രി ലെവലിലും സിലബസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിലും വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ഫൈനൽ എക്സാമിനേഷൻ ഡിഗ്രി ലെവൽ. അപ്പോൾ ഈ ഡിഗ്രി ലെവൽ എക്സാമിൽ ഉൾപ്പെട്ട പോസ്റ്റുകളാണ് ടൈപ്പിസ്റ്റ് ക്ലർക്ക് ഗ്രേഡ് 2, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, പിന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 തുടങ്ങിയ പോസ്റ്റുകൾ ഡിഗ്രി ലെവലിലും ഉണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഇപ്പോഴത്തെ പുതിയ സിലബസ് അല്ല. പുതിയ സിലബസ് ഏകദേശം ഇതുതന്നെയായിരിക്കും. വരികയാണെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വരാനിരിക്കുന്ന മെയിൻ എക്സാമിൻ്റെ ആ ഒരു സിലബസ് കുറച്ച് ദിവസം മുന്നേ, എക്സാമിന് കുറച്ച് ദിവസം മുന്നേ വരുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന മെയിൻ എക്സാമിൻ്റെ സിലബസാണ്. അപ്പോൾ ഇത് ഡിഗ്രി ലെവലിൻ്റെ സിലബസാണ്. അപ്പോൾ ഡിഗ്രി ലെവലും +2 ലെവലും 10th ലെവലും മെയിൻ എക്സാമിൻ്റെ സിലബസ് യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, അപ്പോൾ ഇതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. അപ്പോൾ ഇതിൽ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 40 മാർക്ക്, ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് നമുക്കിപ്പോൾ മലയാളമാണ് വരിക, അത് 20 മാർക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ 50 മാർക്കിന് KGTE ആ ഒരു സെക്ഷനിലുള്ള സിലബസാണ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ടൈപ്പ് റൈറ്റിംഗ്. അതിന് മൊത്തത്തിൽ 50 മാർക്കാണ് വരുന്നത്. ബാക്കിയുള്ള 50 മാർക്കാണ് ഈ 2 ലാംഗ്വേജിനും 20 വരും. പിന്നെ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സിനും 10 മാർക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് +2 ലെവലിൻ്റെയും കൂടി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഇത് തന്നെയാണോ വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ഫൈനൽ എക്സാമിനേഷൻ +2 ലെവലാണ്. അപ്പോൾ ഇതിലും കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, ടൈപ്പിസ്റ്റ് ക്ലർക്ക്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ പോസ്റ്റുകളുണ്ട്, ഓഫീസ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുക. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 10, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 40, ടൈപ്പ് റൈറ്റിംഗ് 10, ജനറൽ ഇംഗ്ലീഷ് 20, റീജിയണൽ ലാംഗ്വേജ് 20. സെയിം മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ്. ഇനി സിലബസ് ഒന്ന് ഓടിച്ച് നോക്കാം. ജനറൽ നോളജ് വരുന്നുണ്ട്, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഫാക്ട്സ് അബൌട്ട് കേരള, പിന്നെ റിനൈസാൻസ് ഇൻ കേരള, ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ് ആൻഡ് മൂവ്മെൻറ്റ്സ്, ലീഡേഴ്സ്, കറണ്ട് അഫയേഴ്സ്, പിന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് MS വേർഡ്, ഇൻട്രൊഡക്ഷൻ ഓഫ് എക്സൽ, പവർ പോയിൻറ്റ്, ടൈപ്പ് റൈറ്റിംഗ്, ജനറൽ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, പാസേജ്, എഡിറ്റിംഗ്, ഇംഗ്ലീഷ് യൂസേജ് ഇൻ ഡേ ടു ഡേ അഫയേഴ്സ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, വേർഡ് ഓർഡർ ആൻഡ് സെൻറ്റൻസ് ഓർഡർ, ബേസിക് ഗ്രാമർ, വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, സ്പെൽ ചെക്ക്. പിന്നെ റീജിയണൽ ലാംഗ്വേജിൽ വരുന്ന സാധാരണ സിലബസാണ്. ഇനി ഇതുതന്നെയാണോ ഡിഗ്രി ലെവലിന് എന്ന് നോക്കാം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കത് സംശയം വരാൻ പാടില്ല, അതുകൊണ്ടാണ് ഇത് ഡിഗ്രി ലെവലിൻ്റെ ആണ്. അപ്പോൾ ഇതാ നോക്കാം. ജനറൽ നോളജിൽ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഫാക്ട്സ് അബൌട്ട് കേരള, റിനൈസൻസ്, കറണ്ട് അഫയേഴ്സ്, പിന്നെ MS വേർഡ്. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾ സമയം കളയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സിലബസ് ഒന്ന് നോക്കുക, ഇതേ സിലബസാണ് വരുന്നത്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അത് ഡിഗ്രി ലെവലിൻ്റെയും +2 ലെവലിൻ്റെയും ആണ് ഞാനിപ്പോൾ സിലബസ് പറയുന്നത്. അപ്പോൾ നമുക്കിനി കറക്റ്റായിട്ട് ഡീറ്റെയിൽഡായിട്ട് സിലബസ് നോക്കാം. അപ്പോൾ ഇതിൽ പാർട്ട് 1 ജനറൽ നോളജ്, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ജോഗ്രഫി ഓഫ് ഇന്ത്യ, ഫിസിക്കൽ ഫീച്ചേഴ്സ്, ക്ലൈമറ്റ്, സോയിൽസ്, റിവേഴ്സ്, ഫേമസ് സൈറ്റ്സ് എക്സെട്ര 10 മാർക്കാണ്. ഡെമോഗ്രാഫി, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, പോവേർട്ടി alleviation, economy and planning, etc. History of India,
Period from 1857 to 1947 National Movement 5-year plans. Facts about Kerala. Geographical facts. Physical features, climate, soils, rivers, famous sites, economic and social development, historical importance, etc. Renaissance in Kerala. Important events, moments, leaders. അപ്പോൾ ഇവിടെ കുറച്ച് ലീഡേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വരും. പിന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻറ്റ് വേൾഡ്, നാഷണൽ, regional events related to the political and scientific fields, sports, cinema and literature, etc. പിന്നെ പാർട്ട് 2-ൽ വരുന്നത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ്. വേർഡ് 2007, എക്സൽ 2007, പവർ പോയിൻറ്റ് 2007 ആണ് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ ടെലഗ്രാം ചാനലും ഇട്ടേക്കാം. അപ്പോൾ ഈ ഒരു സിലബസ് നോക്കുക. പിന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് എക്സൽ പവർ പോയിന്റിൽ വരുന്നുണ്ട്. പിന്നെ പാർട്ട് 3 10 മാർക്ക്. ടൈപ്പ് റൈറ്റിങ്ങിന് 10 മാർക്കാണ്. ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ, കീസ് ഓഫ് ടൈപ്പ് റൈറ്റർ, പാർട്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, ക്ലീനിങ് എ ടൈപ്പ് റൈറ്റർ, റോക്കർ മെക്കാനിസം, ഡോഗ് ബ്ലോക്ക്, മൂവ്മെൻറ്റ്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, ഒഫീഷ്യൽ അബ്രീവിയേഷൻ, ഫങ്ഷൻസ് ഓഫ് ടൈപ്പ് റൈറ്റർ, സിമ്പിൾസ്. ഇനി പാർട്ട് 4 ജനറൽ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. 20 മാർക്കിനാണ് വരുന്നത്. കോംപ്രിഹെൻഷൻ പാസേജ്. കോംപ്രിഹെൻഷൻ പാസേജ് ഈസ് യൂസ്ഫുൾ ടു ടെസ്റ്റ് ദ accuracy and clarity of the student. Synonyms and antonyms can be asked from the passage. It can test past tense, past participle of verb, given word form of the from the passage. Different aspects of grammatical usage can be tested to give one word answers. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വഴി എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ മാക്സിമം ടൈം നമ്മളിന്ന് കളയുക എന്നുള്ളതാണ് ഈ ഒരു മെയിനായിട്ട് പാസേജിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതൊരിക്കലും കളയാൻ പാടില്ല, ടൈം കളയരുത്. ആ ഒരു ഇത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കാം. പിന്നെ എഡിറ്റിംഗ് വരുമ്പോൾ ഇതിൽ ക്യാപിറ്റലേഷൻ, പങ്ക്ച്വേഷൻ, സെൻറ്റൻസ് കറക്ഷൻ, പിന്നെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് തുടങ്ങിയവയൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡേ ടു ഡേ അഫയേഴ്സ്, ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ഡയലോഗ്സ്, പിന്നെ കംപ്ലീറ്റ് ദം യൂസിങ് ക്വസ്റ്റ്യൻ ടാഗ്സ്, യൂസേജ് സച്ച് ആസ് ഹാഡ്, ബെറ്റർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇഫ് ക്ലോസ്, കണ്ടീഷണൽ ക്ലോസ്, അൺലെസ് തുടങ്ങിയവയൊക്കെയാണ് വരുന്നത്. പിന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, വേർഡ് ഓർഡർ ആൻഡ് സെൻറ്റൻസ് ഓർഡർ. അതായത് ഒരു സെൻറ്റൻസ് തെറ്റിച്ചു കൊടുത്തിട്ടുണ്ടാവും, ഓർഡർ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ടാവും, അത് ശരിയാക്കുക എന്നുള്ളതാണ്. പിന്നെ ബേസിക് ഗ്രാമർ, അതിൽ ആർട്ടിക്കിൾ, പ്രിപ്പോസിഷൻ, ടെൻസസ്, ക്ലോസസ്, ഫ്രേസൽ വേർബ്സ്, പിന്നെ വോയിസ്, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും വരും. റിപ്പോർട്ടഡ് സ്പീച്ച്, സ്പെൽ ചെക്ക്. സ്പെൽ ചെക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വേർഡ്സിൻ്റെ സ്പെല്ലിങ് ഇപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് അല്ലെങ്കിൽ ഏതാണ് വാക്ക് തെറ്റായിട്ട് സ്പെല്ലിംഗ് ഉള്ളതെന്ന് ഇതാക്കുന്നുണ്ടാവും. പിന്നെ മലയാളത്തിൽ സാധാരണ ഉള്ള ആ ഒരു ഇത് തന്നെയാണ് വരുന്നത്, സിലബസ് തന്നെയാണ് വരുന്നത്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുത്തൽ, ഘടകപദം, വാക്യം ചേർത്തെഴുതുക. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷിൻ്റെത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുറച്ച് ടൈം നമ്മൾ ആ ഒരു ഇത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ടൈം മാക്സിമം പോക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സിലബസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. 20 മാർക്ക് ഇംഗ്ലീഷിന്, 20 മാർക്ക് മലയാളത്തിനാണ് വരുന്നത്. അപ്പോൾ മലയാളവും നന്നായിട്ട് പഠിക്കുക. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ നിന്നും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ 10 മാർക്ക് GK ആൻഡ് കറണ്ട് അഫയേഴ്സാണ് വരുന്നത്. മാത്സ് സബ്ജക്റ്റിൽ ഇല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറച്ച് മുന്നേ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണുക വഴി നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗപ്രദമാവും. അപ്പോൾ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ ഞാൻ മുന്നേ ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് മുമ്പേ ആണ്, ഇപ്പോൾ കുറച്ച് പഴയ വീഡിയോസാണ്. അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇപ്പോൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മുൻവർഷ ചോദ്യങ്ങളിലൂടെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സീരീസും കൂടി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.